സദാചാരം എന്ന് പറയുന്നത് കേവലമായ ലൈംഗിക കാര്യമല്ല. ലൈംഗികരമായ അച്ചടക്കമുള്ള ഒരു വ്യക്തി ലോകത്ത് ഏറ്റവും, തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ, കൂതറയാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ലൈംഗികപരമായ ഭയങ്കര അച്ചടക്കമായിരിക്കും, ഒരുപാട് വസ്ത്രമൊക്കെ ധരിക്കുമായിരിക്കും, ചിലപ്പോൾ വളരെ മോണോഗാമി പിന്തുടരുന്ന ആളായിരിക്കും. പക്ഷെ അയാൾക്ക് യാതൊരു വ്യക്തിഗുണവും ഉണ്ടാവണമെന്നില്ല. അയാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു ശല്യമാകാനിടയുണ്ട്. അങ്ങനെ എത്രയോ പേരുണ്ട്. യഥാർത്ഥ സദാചാരം എന്ന് പറഞ്ഞാൽ അന്യനും തനിക്കും ദേശത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന സ്വഭാവ സവിശേഷതകളാണ്. അതാണ് സദാചാരം. അല്ലാതെ ഞാൻ ചിലൊക്കെ പറയണ്ടോ എന്നെ അതിനൊന്നും കിട്ടില്ല, ഞാൻ അത്തരക്കാരിയല്ല എന്നൊക്കെ പറയുന്നത്. ഇതാണോ ഏറ്റവും വലിയ കാര്യം? ഇതാണോ ഏറ്റവും വലിയ കാര്യം? ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ ഈ ലൈംഗിക അച്ചടക്കം എന്ന് പറയുന്ന ഏക വസ്തുവാണോ? 100 പേര് ചുംബിക്കുന്നത് കാണാനായിട്ട് 5000 പേര് വൃക്ഷത്തലപ്പുകളിലും 4 നില കെട്ടിടങ്ങളുടെ മേളിലും ഒക്കെ നിന്ന് നോക്കി വെള്ളം ഇറക്കിയ ഒരു സമൂഹം എന്ന് പറയുന്നത് സോമാലിയ പോലും ഇത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇത് സദാചാരം എന്ന് പറഞ്ഞാൽ കേവലമായി നിങ്ങൾ പറഞ്ഞ അഴിഞ്ഞാട്ടത്തിന്റെ ഒരു കേസല്ല. ഇത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഈ സദാചാരത്തിന്റെ വാൾ എപ്പോഴും വീഴുന്ന ആർക്കെതിരെയാണെന്നറിയോ? അത് സ്ത്രീക്കെതിരെയാണ്. ഈ സദാചാരം എന്ന് പറയുന്ന ആശയം തന്നെ സ്ത്രീ വിരുദ്ധമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്ത്രീകളാണ് അതിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ്.